Hello everyone, welcome to the classroom of CET 203 Fluid Mechanics and Hydraulics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് curved surfaces submerged in liquid. So ഇവിടെ ഒരു curved surface നമുക്ക് കാണാം, curved surface AB, and this surface is submerged in a static fluid. ഇനി ഒരു സ്മോൾ സ്ട്രിപ്പ് എടുക്കുക, ഈ curved surfaceന് അവിടെ ഒരു സ്മോൾ സ്ട്രിപ്പ് എടുക്കുക. ആ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് DA ആണ്. സോ ആ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് DA ആണ്. ഇനി വാട്ടർ സർഫസിൽ നിന്നും H ഹൈറ്റിലായിരിക്കും ആ സ്ട്രിപ്പ് ഉള്ളത്. വാട്ടർ സർഫസിൽ നിന്നും H ഹൈറ്റിലായിരിക്കും ആ സ്ട്രിപ്പ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ ഫിഗർ ബിയിൽ കാണിച്ചേക്കുന്നത് ഈ ഏരിയ എൻലാർജ് ചെയ്തിട്ടാണ്. അത് നമുക്ക് നോക്കാം പിന്നെ. സോ ഇവിടെ നോക്കാം. കൺസിഡർ എ curved surface AB submerged in static fluid. Let DA is the area of the small strip at a depth h from water surface. ഇപ്പൊ പറഞ്ഞ എത്രയാണ്. Then pressure intensity, ഈ DAയിലെ പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ജി എച്ച്. ഓക്കെ, പ്രഷർ ഇന്റൻസിറ്റി സ്മോൾ ലെറ്റർ പി എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഫോഴ്സ് DF, ആ സ്ട്രിപ്പിലെ പ്രഷർ ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് DF ഈക്വൽ പ്രഷർ ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ. പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് DA, വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ DA ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് DF ആണ്. ആ DF ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോർമൽ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും ഈ DF എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സ്, ആ കർവ്ഡ് സർഫസിന്റെ ടോട്ടൽ പ്രഷർ ഫോഴ്സ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ DFനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു. സോ DF acts normal to the surface and the total pressure force in the curved surface എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ F equal to ആ DFനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ F equal to ഇന്റഗ്രൽ DF എന്ന് പറഞ്ഞാൽ റോ ജി എച്ച് DA. സോ ഇന്റഗ്രൽ റോ ജി എച്ച് DA. പക്ഷേ ഈ കാണിച്ചിരുന്ന കർവ്ഡ് സർഫസ് ആണല്ലോ. സോ ഈ കർവ്ഡ് സർഫസിൽ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കർവ്ഡ് സർഫസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കർവ്ഡ് സർഫസിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇന്റഗ്രൽ റോ ജി എച്ച് DA ചെയ്യാൻ പറ്റത്തില്ല. Okay, so but here the direction of the force in the small area, as small area are not in the same direction but varies from point to point. ആ curved surface ലെ ആയത് കാരണം അതിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് curved surfaceൽ ഇന്റഗ്രൽ ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ ഫോഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ DF എന്ന ഫോഴ്സില്ലേ, ആ DF എന്ന ഫോഴ്സിനെ രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റും റിസോൾവ് ചെയ്തിട്ട്. ഓക്കെ, ഒന്ന് DFX എന്നും അടുത്ത DFY എന്നും രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റും. സോ ദ പ്രോബ്ലം ക്യാൻ ബി സോൾവ് ബൈ റിസോൾവിംഗ് ദ ഫോഴ്സ് DF into two components. DFനെ രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റാം, DFX ഉം DFY ഉം. ഓക്കെ, DFX X ഡയറക്ഷനിലും DFY Y ഡയറക്ഷനിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സും Y ഡയറക്ഷനിലെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ DFXനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതും അതേപോലെ DFYയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ടോട്ടൽ ഫോഴ്സ്. DFXനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് FX എന്നും DFYയെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് FY എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ കർവ്ഡ് സർഫസിലെ ടോട്ടൽ ഫോഴ്സ് F എന്ന് പറഞ്ഞാൽ √FX² പ്ലസ് FY² ആയിരിക്കും. ഇനി ഇതിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് വിത്ത് ഹൊറിസോണ്ടൽ ആണ്. tan phi ഈക്വൽ FY ബൈ FX ആയിരിക്കും. സോ ഈ DFനെയാണ് റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻസ് ആക്കി എടുത്തേക്കുന്നത്, DFYയും DFXും. ഇനി തീറ്റ വരുന്ന കമ്പോണന്റ് ആണ് നമ്മൾ കോസ് ആക്കി എടുക്കുന്നത്. സോ DFYയുടെ എന്താവും, DFY എന്ന് പറഞ്ഞാൽ DF കോസ് തീറ്റ, DFX എന്ന് പറയുന്നത് DF സൈൻ തീറ്റ.
ഡി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി എഫ് സൈൻ തീറ്റ, ഡി എഫ് ഐ എന്ന് ഡി എഫ് കോസ് തീറ്റ. ഇനി ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തായിരുന്നു റോ ജി എച്ച് ഡി എ ബാക്കി സൈൻ തീറ്റ. ഡി എഫ് ഐ എന്ന് പറയുന്നത് റോ ജി എച്ച് ഡി എ കോസ് തീറ്റ. ഓക്കെ, സോ ഈ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഈ ഡി എഫ് എക്സും ഡി എഫ് ഐ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ഡി എഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് എക്സ് അല്ലേ. സോ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഡി എഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ റോ ജി എച്ച് ഡി എ സൈൻ തീറ്റ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു റോ ജി കോൺസ്റ്റന്റ് പുറത്തിട്ടു, ബാക്കി ഇന്റഗ്രൽ എച്ച് ഇൻറ്റു ഡി എ ഇൻറ്റു സൈൻ തീറ്റ. ഇനി അടുത്ത ഡി എഫ് ഐ. ഡി എഫ് ഐയുടെ അടുത്ത് ടോട്ടൽ ഫോഴ്സ് ആണ് എഫ് ഐ ആണ്. ഇന്റഗ്രൽ ഡി എഫ് ഐ ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് ഐ കിട്ടുന്നത്. സോ എഫ് ഐ ഈക്വൽ ഇന്റഗ്രൽ ഡി എഫ് ഐ വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ ജി ഡി എ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു റോ ജി എ പുറത്തിട്ടു, ബാക്കി എച്ച് ഡി എ കോസ് തീറ്റ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫിഗർ ബി ഒന്ന് നോക്കാം. സോ നമുക്കിവിടെ ഈ സ്ട്രിപ്പിന്റെ എൻലാർജ്ഡ് പോർഷൻ കാണാം. ഓക്കെ, ഇവിടെ ഇ എഫ് എന്ന് പറയുന്നത് ഡി എ ആണ്, ഇ ജി എന്ന് പറയുന്നത് തീറ്റ ആംഗിൾ മേഡ് ചെയ്യുന്ന സൈഡ് ഡി എ കോസ് തീറ്റ, ആൻഡ് എഫ് ജി എന്ന് പറയുന്നത് ഡി എ സൈൻ തീറ്റ. സോ ഇവിടെ റോ ജി ഇന്റഗ്രൽ എച്ച് ഡി എ സൈൻ തീറ്റ എന്ന് പറയുന്നത് ആ കേർഡ് സർഫസ് ഇല്ലേ, അതിന്റെ ആ പ്രൊജക്റ്റഡ് ഏരിയയിൽ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ്. സോ റോ ജി ഇന്റഗ്രൽ എച്ച് ഡി എ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് എക്സ്. സോ എഫ് എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദി കേർഡ് സർഫസ്. ഓക്കെ, ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. സോ റോ ജി ഇന്റഗ്രൽ എച്ച് ഡി എ സൈൻ തീറ്റ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദി കേർഡ് സർഫസ് എന്ന് പറഞ്ഞാൽ റോ ജി ഇന്റഗ്രൽ എച്ച് ഡി എ സൈൻ തീറ്റ എന്താണ്, എഫ് എക്സ്. സോ എഫ് എക്സ് ആണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദി കേർഡ് സർഫസ്. ഇനി ഇന്റഗ്രൽ എച്ച് ഡി എ കോസ് തീറ്റ, ഇന്റഗ്രൽ എച്ച് ഡി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ആണ്. ഓക്കെ, അതിന്റെ കൂടെ റോ ജി, റോ ഇൻറ്റു ജി കൂടെ മൾട്ടിപ്ലൈ ചെയ്താ, റോ ഇൻറ്റു ജി ഇൻറ്റു വോളിയം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ വെയിറ്റ് ആണ്. ഓക്കെ, റോ ജി ഇൻറ്റു വോളിയം ചെയ്യുന്നത് ടോട്ടൽ വെയിറ്റ് ആണ്. സോ നമുക്ക് റോ ജി ഇന്റഗ്രൽ എച്ച് ഡി എ കോസ് തീറ്റ അല്ലെങ്കിൽ എഫ് വൈ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി liquid supported by the curved surface. സോ ഇന്റഗ്രൽ എച്ച് ഡി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ആണ് ഞാൻ പറഞ്ഞു. അതിന്റെ കൂടെ റോജിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ വോളിയം ഇൻറ്റു റോജി ചെയ്യുന്നത് നമുക്ക് ടോട്ടൽ വെയിറ്റ് ആണ് കിട്ടുന്നത്. ഇനി റോജി ഇന്റഗ്രൽ എച്ച് ഡി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഐ ആണ്. സോ എഫ് ഐ എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി ലിക്വിഡ് സപ്പോർട്ടഡ് ബൈ ദ കർവ്ഡ് സർഫസ് അപ് ടു ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ ഫോഴ്സ്. സോ ഈ ഡെറിവേഷൻ പഠിക്കുക, ബുക്കിൽ എഴുതി നോക്കുക. താങ്ക് യു.